കേരളത്തിൽ നിന്ന് കാണാതായിട്ടുള്ള 27 കുട്ടികളിൽ ഒരു കുട്ടിയെ തേടിയുള്ള ഒരു യാത്രയാണ്. അത് കേരളത്തിൽ നിന്ന് തുടങ്ങിയിട്ട് പിന്നെ നമ്മൾ പാൻ ഇന്ത്യൻ ലെവലിലുള്ള ഒരു അന്വേഷണമായിരുന്നു മാറാണ്. അപ്പോൾ നമ്മൾ ഇന്ത്യയുടെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും നമ്മൾ ഇതിന്റെ ഭാഗമായിട്ട് ഷൂട്ടിന് പോയിട്ടുണ്ട്. ഒട്ടുമിക്ക പ്രദേശത്തുള്ള ആൾക്കാരും പല വിവിധ ദേശങ്ങളിലുള്ള ആൾക്കാർ, വിവിധ സംസ്ഥാനങ്ങളിലുള്ള ആൾക്കാർ எல்லாവരും ഇതിന് வேண்டிட்டு ഇതിൽ വർക്കിന്റെ ഭാഗமாயிട്ടുണ്ട്. ஏகദേശம் 100லதிகம் ஆൾக்கார். பகடகளி இந்த மூவியை சார் வந்து கூப்பிட்டுருந்தாங்க எனக்கு இந்த சாங் பாடுறதுக்காக. ஸோ எனக்கு வந்து இந்த மாதிரி ஒரு இப்படி ஒரு சப்ஜெக்ட்ல நானும் ஒர்க் பண்ணியிருக்கேங்கிறது ரொம்ப சந்தோஷமான ஒரு விஷயம். അപ്പോൾ ഇതിൽ എഡിറ്റിംഗ് പാറ്റേൺ ഓൾറെഡി മൈൻഡിലുള്ളതുകൊണ്ട് ഒരു സാധാരണ സിനിമ ഷൂട്ട് ചെയ്യുന്ന രീതിയിലാണോ ഇതിന്റെ പ്രവർത്തനം എന്ന് അങ്ങനെയല്ല ചെയ്തിട്ടുള്ളത്. ഇത് നമ്മൾ ആൾക്കാരെ ഇവരെല്ലാവരും ഏത് സമയത്തും ഒരു ക്യാരക്ടറാണ്. നമ്മൾ ലൊക്കേഷനിൽ പോയിട്ട് വണ്ടി നിർത്തിയാൽ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്ന ഒരു ക്യാരക്ടറുകളായിട്ടാണ്. അപ്പൊ ഇവരെ നമ്മൾ ഈ സിറ്റുവേഷൻ കൊടുത്തിട്ട് അങ്ങോട്ട് അഴിച്ചു വിടും. നമ്മൾ ഷൂട്ടിൽ പിന്നെയും കൂടുതൽ വെല്ലുവിളികൾ ഉണ്ടാവാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് അതർ സ്റ്റേറ്റിലുള്ള ആൾക്കാർ വരുന്ന സമയത്താണ്. അപ്പൊ അവർ ഇന്നവരെ ക്യാമറയ്ക്ക് അഭിമുഖീകരിക്കാത്ത ആൾക്കാരുണ്ട്. റോട്ടിൽ ബലൂൺ വിൽക്കുന്ന പിള്ളേരുകൾ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ തെരുവുകളിലുള്ള ഒരുപാട് ആൾക്കാർ ഈ സിനിമയുടെ ഭാഗമായിട്ടുണ്ട്. റിയൽ ആയിട്ടുള്ള രീതിയിലാണ് അവർ ഇതിലൊക്കെ ഭാഗമായിട്ടുള്ളത്. അപ്പൊ അവരൊക്കെ അഭിനയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോയിട്ടുള്ള ആൾക്കാരെക്കാളും ഭയങ്കര രസകരമായിട്ടാണ് അവരൊക്കെ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. நீ சொல்வது என்றது ஒன்றுமே தாயே எனக்கு அது புரியவில்லை, அந்த கடவுள் சொல்கிற வார்த்தைகள் எல்லாம் நிஜமாய் தெரியவில்லை, சொல்லி விளக்க தாயும் இல்ல, சொல்வது கேட்க கடவுளும் இல்ல, கடவுள் ஒளியை தருவார் என்று நம்புற உலகம் இது. வானம் ஏறி பறந்திடு கண்ணே, வாழ்வின் வழிகள் மறந்திடு கண்ணே, வாழ்க்கை என்பது வரமல்ல, நீ காண்பது நிஜமல்லே. ക്ലാസിക് മീഡിയയുടെ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ പകിടകളി എന്ന് പറഞ്ഞൊരു വ്യത്യസ്തമായിട്ടുള്ള സിനിമ റിലീസ് ആവുന്നതിന്റെ സംവിധായകനും ഗായകനുമാണ് നമ്മുടെ കൂടെ ഉള്ളത്. സ്വാഗതം ചെയ്യാം നിഷാദ് അല്ലെ. അപ്പോ പകിടകളി ഇപ്പൊ നമുക്ക് പോസ്റ്ററൊക്കെ കാണുമ്പോൾ ഒരു വയലന്റ് മൂവി എന്നുള്ള രീതിയിലാണ്. ഒരുപാട് പ്രത്യേകതകളുണ്ട് അല്ലെ. ഐഫോണിൽ ഷൂട്ട് ചെയ്ത സിനിമകളാണ്. അപ്പോൾ പറഞ്ഞു തുടങ്ങിക്കോളൂ, എന്താണ് ഈ സിനിമയുടെ പകിടകളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? പകിടകളി എന്ന് പറഞ്ഞാല് ഞങ്ങള് ഒരു ന്യൂസ് ഉണ്ടായിരുന്നത് കേരളത്തിൽ 2019-2024 കാലഘട്ടത്തില് കേരളത്തിൽ നിന്ന് 1337 കുട്ടികളെയോളം കാണാതായിട്ടുണ്ട്. അപ്പൊ അതിൽ 1310 കുട്ടികളോളം കേരള പോലീസ് തിരികെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളൊരു ന്യൂസ് ഞാൻ കണ്ടായിരുന്നു. ടൈംസ് ഓഫ് ഇന്ത്യയിലാണ് ഞാനത് കണ്ടത്. അപ്പോൾ അത് ആ ന്യൂസിനെ ബേസ് ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോൾ അതിൽ 27 കുട്ടികൾ ഇപ്പോഴും മിസ്സിംഗ് ആണെന്നുള്ള വാർത്തയാണ് കാണുന്നത്. 27 കുട്ടികൾ സ്റ്റിൽ മിസ്സിംഗ് ആണ്. അപ്പൊ അത്തരത്തിലുള്ള ഒരു ആശയം കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങളിങ്ങനെ ഒരു സബ്ജക്ട് ഇങ്ങനെ ത്രെഡ് ഇങ്ങനെ പ്ലാൻ ചെയ്തു. അപ്പൊ കേരളത്തിൽ നിന്ന് കാണാതായിട്ടുള്ള 27 കുട്ടികളിൽ ഒരു കുട്ടിയെ തേടിയുള്ള ഒരു യാത്രയാണ്. അത് കേരളത്തിൽ നിന്ന് തുടങ്ങിയിട്ട് പിന്നെ നമ്മൾ പാൻ ഇന്ത്യൻ ലെവലിലുള്ള ഒരു അന്വേഷണമായിരുന്നു മാറാണ്. അപ്പൊ നമ്മൾ ഇന്ത്യയുടെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലും നമ്മൾ ഇതിന്റെ ഭാഗമായിട്ട് ഷൂട്ടിന് പോയിട്ടുണ്ട്. ഒട്ടുമിക്ക പ്രദേശത്തുള്ള ആൾക്കാരും പല വിവിധ ദേശങ്ങളിലുള്ള ആൾക്കാർ, വിവിധ സംസ്ഥാനങ്ങളിലുള്ള ആൾക്കാർ എല്ലാവരും ഇതിന് വേണ്ടിയിട്ട് ഇതിൽ വർക്കിന്റെ ഭാഗമായിട്ടുണ്ട്. ഏകദേശം 100ലധികം ആൾക്കാർ, തെരുവിൽ ബലൂൺ വെക്കുന്ന പിള്ളേരുകൾ, ഇന്നേ വരെ ക്യാമറ അഭിമുഖീകരിക്കാത്ത ആൾക്കാർ, അവരെല്ലാവരും ഈ സിനിമയുടെ ഭാഗമായിട്ടുണ്ട്. അതിൽ എന്താ ഭാഷ അങ്ങനെ അതൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ മലയാളം ആണെന്നുണ്ടെങ്കിലും തമിഴാണെന്നുണ്ടെങ്കിലും ഹിന്ദി ആണെങ്കിലും എല്ലാം ഉൾപ്പെടുന്ന ഒരു ലാംഗ്വേജിലാണ് ഈ പടത്തിന്റെ വർക്ക് പോയിട്ടുള്ളത്. അത് അത്തരത്തിലുള്ളൊരു സബ്ജക്റ്റും കൂടിയായിരുന്നു. അങ്ങനെയാണ്. അപ്പൊ ഞങ്ങൾ 2 വണ്ടിയിൽ കുറച്ച് ആൾക്കാർ കയറിയിട്ട് അങ്ങനെ ഒരു യാത്ര പോയതാണ്. കേരളത്തിൽ ഇങ്ങനെ യാത്ര തുടങ്ങി അത് കുറച്ച് ദൂരം സഞ്ചരിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അത് സിനിമയാക്കാം എന്നുള്ള പദ്ധതി വഴിമതിയാണ് ഉണ്ടാവുന്നത്. പിന്നീട് ഞങ്ങൾ റണ്ണിങ്ങിലാണ് ശരിക്കും സിനിമയുടെ സ്ക്രിപ്റ്റ് പ്ലാൻ ചെയ്യുന്നത്. ഓൺലൈൻ വെച്ചിട്ട് തുടങ്ങി. അതിനൊരു പ്രോപ്പർ ആയിട്ടുള്ള സ്ക്രിപ്റ്റ് ഡയലോഗുകൾ എഴുതിയിട്ടുള്ള പരിപാടികളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ റണ്ണിങ്ങിലാണ് അതിന്റെ കഥ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ അത് തന്നെ നമുക്ക് ഭയങ്കര ഗുണകരമായി. കാരണം ഒരുപാട് ആൾക്കാർ ലൈവായിട്ടുള്ള പെർഫോമൻസ് നമുക്ക് എവിടെ ചെന്ന് കഴിഞ്ഞാലും നമുക്ക് സ്പോട്ടിൽ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡായി. ഇപ്പൊ എവിടെ എന്ത് വലിയ ഉത്സവങ്ങൾ നടക്കുകയാണെങ്കിലും ഫംഗ്ഷൻ നടക്കുകയാണെങ്കിലും നമ്മൾ അവിടെയൊക്കെ സീൻ പ്ലാൻ ചെയ്ത് അവിടെയൊക്കെ ഷൂട്ട് ചെയ്ത് അവിടുത്തെ ആൾക്കാരൊക്കെ അതിന്റെ ഭാഗമായിട്ട് അങ്ങനെ ഭയങ്കര രസകരമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് പകിടകളിയുടെ ഷൂട്ട് പോയിട്ടുള്ളത്. അത് iPhone 15 Pro Max എന്ന് പറയുന്ന ഒരു ക്യാമറ അതിന് ഉപയോഗിക്കാനായിട്ടുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആധുനിക ക്യാമറ സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് ആയിരുന്നില്ല ഞങ്ങളുടെ സിനിമ. അപ്പൊ പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുന്നു, ലൈവായിട്ടുള്ള ചിത്രീകരണം നടക്കുന്നു. അപ്പൊ അത് നമുക്കൊരു ക്യാമറ കൊണ്ടുപോയി ചിലപ്പോൾ നമുക്ക് തല്ലി കിട്ടി ഓടേണ്ടി വരും. അപ്പൊ നമുക്ക് നമ്മുടെ സബ്ജക്ട് പറയുന്നത് അത്തരത്തിലുള്ള ഒരു ബേസിലുള്ള ഒരു കാര്യമായിരുന്നു. അപ്പൊ അത് ഓൾറെഡി ഞങ്ങൾ അങ്ങനെ ഒരു ഐഫോണിൽ തന്നെ 15 Pro Max തന്നെ ഷൂട്ട് ചെയ്യാം എന്നുള്ള പദ്ധതിയുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോയി. അതിന് ഇപ്പൊ ഞങ്ങൾക്കൊരു ടാലന്റ് റെക്കോർഡ്, വേൾഡ് റെക്കോർഡ് ലഭിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇന്ന് വൈകുന്നേരം അതിന്റെ ഫംഗ്ഷനും പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത്തരത്തിലേക്കാണ് ഒരുപാട് രസകരമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ട്. തിരുമൂർത്തി ചേട്ടൻ നമ്മൾ ഒരുപാട് റീൽസിലൂടെയൊക്കെ കണ്ടിട്ടുള്ളതാണ്. ചേട്ടൻ എങ്ങനെയാണ് സിനിമയിലോട്ട് വന്നത്? சார் இந்த பகடகளி இந்த மூவியை சார் வந்து கூப்பிட்டுருந்தாங்க எனக்கு இந்த சாங் பாடுறதுக்காக. ஸோ எனக்கு வந்து இந்த மாதிரி ஒரு இப்படி ஒரு சப்ஜெக்ட்ல நானும் ஒர்க் பண்ணியிருக்கேங்கிறது ரொம்ப சந்தோஷமான ஒரு விஷயம்.
രജനി സാറിന്റെ ഒക്കെ പാട്ട് പാടിയിട്ടുള്ളതാണ്. വളരെ ആഴത്തിലൊക്കെ പാടി. എങ്ങനെ കണ്ടെത്തി? ഞാൻ ചോദിച്ചു ഇതുപോലെ റീൽസിലൂടെ ഇത് റീലുകൾ കണ്ടിട്ട് നമ്മൾ ഓൾറെഡി ആളുടെ ഫാനാണ്. ആളുടെ റീലുകളൊക്കെ നമ്മൾ വാച്ച് ചെയ്യുന്ന ആളാണ്. നമ്മൾ നമ്മുടെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് പാടാനായിട്ടുള്ള ഒരു സെർച്ചിങ് നടന്നുകൊണ്ട് നമ്മുടെ മ്യൂസിക് ഡയറക്ടറാണ് തിരുമൂർത്തി സാറിനെ ചൂണ്ടി. അപ്പോഴാണ് നമ്മൾ വീണ്ടും ആളെ ശ്രദ്ധിക്കുന്നത്. പിന്നെ ഒന്നും ചിന്തിച്ചിട്ടൊന്നുമില്ല. ഞങ്ങൾ പിറ്റത്തെ മ്യൂസിക് ആരായിരുന്നു? മ്യൂസിക് ഡയറക്ടർ വിനായക് ശരചന്ദ്രനാണ്. പുതിയ മ്യൂസിക് ഡയറക്ടറാണ്. ആള് കുറെ റാപ്പ് സോങ്ങുകളൊക്കെ ഇറക്കിയിട്ടുണ്ട്. വിനായക് കുറച്ച് മുമ്പ് വരും. വിനായക് ശരചന്ദ്രനാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ആള് പറഞ്ഞതിന് പ്രകാരം ഞങ്ങൾ തൃശ്ശൂരിൽ നിന്ന് ജോലാർപേട്ടയിലേക്ക് വണ്ടി കയറി ആളുടെ ഗ്രാമത്തിൽ നൊച്ചിപ്പെട്ടി എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ പോയി ആൾ അവിടെ വെച്ച് മീറ്റ് ചെയ്തു. ഞങ്ങൾ പാട്ട് കേൾപ്പിച്ചു. ആൾ അവിടെ നിന്ന് പാടി. അത് ആളും ഓക്കെ ആണ് അതിനെന്നുള്ളൊരു തീരുമാനമായി കഴിഞ്ഞപ്പോൾ തൃശ്ശൂർ വന്നിട്ട് ആള് പാട്ട് പാടാണ് ചെയ്തിട്ടുള്ളത്. അതെങ്ങനെ ഞാൻ ചോദിച്ചത് മ്യൂസിക് ഡയറക്ടറിന്റെ ഐഡിയ എന്ന് പറഞ്ഞു. നമ്മള് വീട്ടിലൂടെ അറിയാം, പക്ഷെ നമ്മൾ പെട്ടെന്ന് ചിന്തിക്കില്ല. ഇല്ല പെട്ടെന്ന് ചിന്തിച്ചിട്ടില്ല. മ്യൂസിക് ഡയറക്ടർ ആളുടെ വോയിസും നമ്മുടെ ഇതിലത്തെ പാട്ട് തമ്മിൽ ഭയങ്കരമായിട്ട് കണക്ട് ആവുന്നുള്ളൊരു ധാരണ വന്നു. അത് പിന്നെ അത് പാടി കഴിഞ്ഞു. പിന്നെ പാട്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത് എങ്ങനെയായിരിക്കും. രണ്ടുപേരി ഓക്കെ. நீ சொல்வது என்றது ஒன்றுமே தாயே எனக்கு அது புரியவில்லை. அந்த கடவுள் சொல்கிற வார்த்தைகள் எல்லாம் நிஜமாய் புரியவில்லை. நீ சொல்வது என்றது ஒன்றுமே தாயே எனக்கு அது புரியவில்லை. அந்த கடவுள் சொல்கிற வார்த்தைகள் எல்லாம் நிஜமாய் தெரியவில்லை. சொல்லி விளக்க தாயும் இல்லை, சொல்வது கேட்க கடவுளும் இல்லை. கடவுள் ஒளியை தருவார் என்று நம்புற உலகம் இது. வானம் ஏறி பறந்திடு கண்ணே, வாழ்வின் வழிகள் மறந்திடு கண்ணே. வாழ்க்கை என்பது வரமல்லே, நீ காண்பது நிஜமல்லே. தங்கமே தங்கமே செல்லமே செல்லமே, தங்கமே தங்கமே நீ தங்கோ செல்லமே. താങ്ക് യു. പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യൂല, എല്ലാം ബൈഹാർട്ട് ആവും. അതാണ് ആളുടെ പ്രത്യേകത. ഞാൻ ചോദിച്ചത് ഇത് എഴുതിയത് ആരാണ്? ഇത് ഈ തങ്കമേ എന്നുള്ള പാട്ട് എഴുതിയിട്ടുള്ളത് ഞാനാണ്. ഇത് ആളാണ് ഇതിന് പാടിയിട്ടുള്ളത്. വിനായകാണ് ഇതിന് മ്യൂസിക് ചെയ്തത്. മ്യൂസിക് ഞാൻ ചോദിച്ചാൽ ഈ തമിഴ് അപ്പൊ എങ്ങനെയായിരുന്നു? ഞാൻ ചോദിച്ചാൽ തമിഴ് ലിറിക്സ് ഈ നമ്മളിപ്പോ ഓൾറെഡി എല്ലാ ലാംഗ്വേജിലും പോയിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. ഇപ്പൊ തമിഴ് അറിയാം, അത്യാവശ്യം ഹിന്ദി അറിയാം. അപ്പൊ അങ്ങനെയുള്ളതുകൊണ്ടാണ് ഇത്ര സ്ഥലങ്ങളിൽ പോയിട്ട് നമുക്ക് ഇപ്പൊ നമ്മുടെ കൂട്ടത്തിൽ സഞ്ചരിക്കുന്നതിലേക്ക് തോന്നുന്നു എനിക്ക് മാത്രമായിരുന്നു അന്ന് ലാംഗ്വേജ് അധികം അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് പോയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നല്ലോ. അല്ലെങ്കിൽ നമുക്ക് ഇത്തരത്തിലൊരു സ്ഥലത്ത് പോയിട്ട് നമുക്ക് ഷൂട്ടിങ് കാര്യങ്ങളൊന്നും ശരിയാക്കാൻ പറ്റില്ല. പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു 10-15 കൊല്ലത്തോളമായിട്ട് സിനിമയുടെ ഒരു മേഖലയിൽ പ്രവർത്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ എൻ്റെ കൂടുതലിരിക്കുന്നത് തമിഴ് ടൈപ്പ് സ്ക്രിപ്റ്റുകളാണ്. ഞാൻ ഏറ്റവും കൂടുതൽ തമിഴ് സിനിമകളൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിൽ കുറെ തമിഴ് പാട്ടുകളുണ്ട്. ഇത് മാത്രമല്ല ഒരു 4 തമിഴ് പാട്ട് ടോട്ടൽ 6 പാട്ടാണുള്ളത്. 6 പാട്ടാണ്, 4 തമിഴും 2 മലയാളം. അപ്പൊ ഈ പറഞ്ഞു 15 വർഷമായിട്ട് സിനിമയുടെ പുറകെ സഞ്ചരിക്കുകയാണെങ്കിൽ തിയേറ്ററിൽ റിലീസ് ആകാൻ പോണ ആദ്യത്തെ സിനിമയാണ്. തിയേറ്ററിൽ ഇതിന് മുൻപ് കുറച്ച് തിയേറ്ററിൽ ഒരു സിനിമ റിലീസ് ആയിട്ടുണ്ട് തന്നെ. അത് മലയാളത്തിലെ ആദ്യത്തെ സിംഗിൾ ഷോട്ടിൽ ചെയ്തിട്ടുള്ള ഒരു പടമായിരുന്നു. 2 മണിക്കൂർ സമയം കൊണ്ട് 2 മണിക്കൂർ സിനിമ ചിത്രീകരിച്ചിട്ട്. സിനിമയുടെ പേര് അത് വിപ്ലവം ജയിക്കാനുള്ളതാണെന്ന് പറഞ്ഞൊരു സിനിമയായിരുന്നു. വളരെ പരിമിതമായിട്ടുള്ള തിയേറ്ററിൽ ഞങ്ങളൊരു സുഹൃത്തുക്കളൊക്കെ കൂടിയിട്ട് ഒരു ചെറിയ ബഡ്ജറ്റിൽ ചെയ്തിട്ടുള്ള ഒരു പടം. അത് ഞങ്ങളുടെ ഒരു ആഗ്രഹപ്രകാരം ഞങ്ങൾ കുറച്ച് തിയേറ്ററിലൊക്കെ തന്നെയാണ് അഭിനയിച്ചത്. അതില് ഞങ്ങളുടെ സുഹൃത്തുക്കളായിരുന്നു. ഇതിൽ ഒരുപാട് പുതുമുഖങ്ങൾ പുതുമുഖങ്ങളാണ്. മെയിനായിട്ട് ഇപ്പൊ ദേവസൂരിയും പിന്നെ ടിറ്റോ അല്ലെ? ടിറ്റോ ആണ് ചെയ്തിരിക്കുന്നത്. ശരിക്കും നോൺ ഫേസ് എന്ന് പറയുന്നത്. നിങ്ങൾ മുമ്പ് ഒരു സൗഹൃദം ഉണ്ട് അല്ലെ? ടിറ്റോനും ഞാനും കൂടി ഇപ്പൊ ഓൾറെഡി വേറൊരു പടം ഞങ്ങളുടെ ഷൂട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ സെൻസറിന് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണോ ടിറ്റോ? ഞാൻ ഈസിലി അവൈലബിൾ ആയതുകൊണ്ടാണോ ടിറ്റോനെ ഇതിലോട്ട്? അല്ല, ടിറ്റോ ഇതിന് ആപ്റ്റ് ആയിട്ടുള്ള ഒരാളാണ്. ടിറ്റോ എന്ന് പറയുന്നത് നല്ലൊരു ആക്ടിംഗ് ടാലന്റ് ഉള്ള ആളാണ്. നമ്മളിപ്പോ സ്വതന്ത്രാണെങ്കിലും ഹങ്കമാല ഡയറീസ് ആണെങ്കിലും കണ്ടതിൽ അറിയാം ടിറ്റോന്റെ ടാലന്റ് എന്നുള്ളത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ടിറ്റോന്റെ ടാലന്റ് പുറത്തേക്ക് എത്തിയിട്ടില്ല എന്ന് ഞാൻ പറയുള്ളൂ. ടിറ്റോന് ഇനിയും ഒരുപാട് അവസരങ്ങൾ ലഭിക്കാനായിട്ട് കിടക്കുന്നേ ഉള്ളൂ. ഇപ്പൊ ഈ ഐഫോണിൽ ഷൂട്ട് ചെയ്തു, അപ്പോ ഒരുപാട് ഫൈറ്റ് സീക്വൻസുകൾ ഉണ്ട്. പക്ഷെ ഒറ്റ ഐഫോൺ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ ആദ്യം വിചാരിച്ചു പല ഫോൺസ് യൂസ് ചെയ്യും. നമുക്കറിയാം ഫൈറ്റ്സ് ഒക്കെ വരുമ്പോൾ പലപ്പോഴും പല ക്യാമറാസ് യൂസ് ചെയ്യേണ്ടി വരും. പക്ഷെ ഒറ്റ ഫോണാണ്. ഇത് തന്നെ പല ആംഗിളിൽ നിന്ന് പിന്നെ തന്നെ റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ അത് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടായിരുന്നു ടെക്നിക്കൽ സൈഡ് നോക്കുമ്പോൾ? ടെക്നിക്കൽ സൈഡ് ഞാൻ തന്നെയാണ് ഈ പടത്തിന്റെ എഡിറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ എനിക്കൊരു ആക്ഷനും ഒക്കെ അതിന് ആദ്യമായിട്ട് ഒരു സംവിധായകൻ എല്ലാം ഒരുമിച്ച് ചെയ്യുന്ന ആക്ഷൻ ഉൾപ്പെടെ ആയിരിക്കണം. അപ്പൊ ഇതിൽ എഡിറ്റിംഗ് പാറ്റേൺ ഓൾറെഡി മൈൻഡിലുള്ളതുകൊണ്ട് ഒരു സാധാരണ സിനിമ ഷൂട്ട് ചെയ്യുന്ന രീതിയിലാണോ ഇതിന്റെ പ്രവർത്തനം അങ്ങനെയല്ല ചെയ്തിട്ടുള്ളത്. ഇത് നമ്മൾ ആൾക്കാരെ ഇവരെല്ലാവരും ഏത് സമയത്തും ഒരു ക്യാരക്ടറാണ്. നമ്മളൊരു ലൊക്കേഷനിൽ പോയിട്ട് വണ്ടി നിർത്തിയാൽ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്ന ഒരു ക്യാരക്ടറുകളായിട്ടാണ്. അപ്പൊ ഇവരെ നമ്മൾ ഈ സിറ്റുവേഷൻ കൊടുത്തിട്ട് അങ്ങോട്ട് അഴിച്ചു വിടും. എവിടെയാണ് ഷൂട്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് ഷൂട്ട് ചെയ്യുന്നത് ചിലപ്പോൾ ഇവർക്ക് അറിയില്ല. അപ്പൊ അത് കവർ ചെയ്ത് ഷൂട്ട് ചെയ്തിട്ട് വേറൊരു സ്റ്റൈലിലാണ് നമ്മൾ ഇതിന്റെ ഒരു മേക്കിംഗ് കാര്യങ്ങളൊക്കെ പരിപാടിയൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഷൂട്ട് ചെയ്തത്. പിന്നെ അത് ഇത് ഒരുപാട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പക്ഷെ അതിനെ തരണം ചെയ്തിട്ട് നമുക്ക്
ഇപ്പൊ ഒരു ഞാൻ പറയട്ടെ, നമുക്ക് ഇതിന് ഏറ്റവും ബലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു പ്രൊഡ്യൂസർ സൈഡാണ്. അത് ദേവസൂര്യ ഫിലിം ഹൗസ് ആണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പൊ അതില് മുരളിയേട്ടൻ എന്ന് പറയുന്ന ആള് ഞങ്ങളുടെ കൂടെ ഇതിന്റെ കൂടെ കട്ടക്ക് ഇവിടുന്ന് തുടങ്ങിയിട്ട് ഇതിന്റെ ഷൂട്ട് കഴിയുന്നവരെ ആളെടുത്തുള്ള ഒരു എഫർട്ട് ഉണ്ട്. കാരണം ഒരു 10 ആള് ചെയ്ത കാര്യങ്ങളൊക്കെ ആൾ ഒറ്റ ചെയ്തിട്ടുണ്ട്. നമുക്കിപ്പോ റൂമുകൾ കാര്യങ്ങൾ, ആൾ ഇതിന്റെ അസോസിയേറ്റ് ഡയറക്ടറാണ്, പ്രൊഡ്യൂസറാണ്. പേര് കണ്ടു അതെ പ്രൊഡ്യൂസറാണ്, അസോസിയേറ്റ് ഡയറക്ടറാണ്, ഇതിന്റെ ഓൾ ഇൻ ഓൾ ആണ്. അപ്പം അത്തരത്തിലൊരു വ്യക്തി ഇല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് പല സ്ഥലത്ത് ഷൂട്ടിംഗ് കൂടെ നടക്കില്ല. നമുക്ക് ഷൂട്ടിംഗ് ഭയങ്കര എളുപ്പമായിട്ടുള്ളത്, നമുക്ക് കൂടുതലായിട്ട് ഇത്തരത്തിലുള്ള പരീക്ഷത്തിനും പുതിരാനായിട്ടുള്ള ധൈര്യം തന്നിട്ടുള്ളതൊക്കെ ആളാണ് അദ്ദേഹമാണ്. അദ്ദേഹത്തിനോട് കൂടുതൽ നമ്മൾ കടപ്പെട്ടിരിക്കുന്നത് കൂടുതൽ അദ്ദേഹത്തിനോടാണ് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട്. ചില രജനി സാറിന്റെ സിനിമയിൽ പാടിയിട്ടുണ്ട് അല്ലേ, അണ്ണാത്തെ? ആ സോങ് ഒന്ന് പാടും. விச்சருவா கொண்ட கொல கொல சாமி வந்துருச்ச பக கொல நடுங்க வாசாமி வாசாமி கெட்டவன அது பொலி பொல்லு போட நஞ்சிடுச்ச அவ கொட நடுங்க வாசாமி வாசாமி மீசைய பாரு கெடா கெடா மிருக தாழிக்க வர்றனடா குருதிய குடிப்பா மொடா மொடா கொடியவர் கூட்டம் ஓடுங்கடா. താങ്ക് യു സർ. എല്ലാ ഏത് മൂഡിലുള്ള പാട്ടും മെലഡിയും അടിപൊളി എല്ലാം പോകും. എല്ലാം പാടും. ആളുടെ ഒരുപാട് പാട്ടുകൾ റിലീസ് ആവാൻ ഇരിക്കണം. അത്രയധികം സാധനങ്ങളുടെ എത്ര സിനിമയായി ചേട്ടാ? 5 സോങ്സ് പാടി. 5 സോങ്സ്. അണ്ണാത്തെ ഇപ്പൊ ഇന്ന് 2 സോങ് അടുത്ത് இந்த மூவில நம்ம இந்த படத்துல தானே, இந்த படத்துல 2 മൂവി പകടകളി 2 പാട്ട്. ഇമൻ സാറിന്റെ സോങ്സ് ആണല്ലേ? ഇമാൻ സാർ അവരുടെ മ്യൂസിക്ல 2 സോങ് പാടി. രജനി സാറെ കണ്ടിട്ടുണ്ടോ? സംസാരിച്ചിട്ടുണ്ടോ രജനി സാർ? இல்ல சார், நான் வந்து மீட் பண்ணணும்னு சொன்னாங்க, டைம் கிடைக்கல, அதனால அவருக்கு டைம் இல்லைன்னு சொன்னா மீட் பண்ண முடியும். ஆனா கமல் சார் பாத்துருக்கேன். சார் மீட் பண்ண കമൽ സാറെ എന്ത് പറഞ്ഞു? சார் கமல் சார் மீட் பண்ணும்போது இன்னும் மியூசிக் கத்துக்கோங்க, உங்களுக்கு நல்ல ஃபியூச்சர் இருக்கு அப்படின்னு சொன்னாரு. அப்புறம் ஏஆர்மன் சாரோட கேஎம் கன்சர்வேட்டரி அந்த காலேஜ்ல சேர்த்து விட்டு 1 year கோர்ஸ் படிக்க வச்சாங்க. പഠിക്കുന്നു അല്ലേ? எஸ் ഇനിയും തുടങ്ങിയിട്ടുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പൊ എന്തായാലും ഇപ്പൊ ഇതില് എല്ലാം പുതുമുഖങ്ങളെയാണ് വരുന്നത്. അപ്പൊ പുതുമുഖങ്ങളാകുമ്പോ കുറെ ഗുണങ്ങളുണ്ട്. കാരണം നമുക്ക് നമ്മുടെ ഒരു ഇതിൽ നിൽക്കും, അവരെല്ലാവരും നിൽക്കും, നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പക്ഷെ അതിന്റെ കുറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല. കാരണം പ്രത്യേകിച്ച് നിങ്ങൾ ഇങ്ങനെ ഒരു യാത്രയൊക്കെ ചെയ്ത് പ്ലാൻ ചെയ്തിട്ടായിരിക്കും പോകുന്നത്. അപ്പൊ എവിടെയെങ്കിലും കുറച്ച് ഡിലേ ഒക്കെ വന്നു കഴിഞ്ഞാൽ കുറെ ബുദ്ധിമുട്ടുള്ള അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇവരെ ഒരു ട്രെയിൻ ചെയ്യിപ്പിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ ഇവരെ ട്രെയിൻ ചെയ്യിപ്പിക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. കാരണം നമ്മൾ ഓൾറെഡി ഒരു പ്ലാൻ ചെയ്തിട്ട് പോകുന്നത്. നമുക്കറിയാം ഇവരെല്ലാവരും കുറെ കാലങ്ങളായിട്ട് കുറെ അറിയുന്നവരാണ്. നമ്മൾ ഷൂട്ടിൽ പിന്നെയും കൂടുതൽ വെല്ലുവിളികൾ ഉണ്ടാവാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നത് അതർ സ്റ്റേറ്റിലുള്ള ആൾക്കാർ വരുന്ന സമയത്താണ്. അപ്പൊ അവരിന്നവരെ ക്യാമറയ്ക്ക് അഭിമുഖീകരിക്കാത്ത ആൾക്കാരുണ്ട്, റോട്ടിൽ ബലൂൺ വിൽക്കുന്ന പിള്ളേരുകൾ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ തെരുവുകളിലുള്ള ഒരുപാട് ആൾക്കാർ ഈ സിനിമയുടെ ഭാഗമായിട്ടുണ്ട്. റിയൽ ആയിട്ടുള്ള രീതിയിലാണ് അവർ ഇതിലൊക്കെ ഭാഗമായിട്ടുള്ളത്. അപ്പൊ അവരൊക്കെ അഭിനയിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോയിട്ടുള്ള ആൾക്കാരെക്കാളും ഭയങ്കര രസകരമായിട്ടാണ് അവരൊക്കെ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇവരോട് തന്നെ പറയും ഇതൊക്കെ ഒന്ന് നോക്കിയിട്ട് അവരെ ചെയ്യണമെങ്കിൽ കണ്ടുപിടിക്കാനുള്ള രീതിയിൽ വരെ പറഞ്ഞൊരു സാഹചര്യം വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഭയങ്കര രസകരമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു ശരിക്കും. നമ്മള് ഒരു സിനിമ ചെയ്യണ പോലെയൊന്നല്ല, നമ്മൾ ഒരു ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ നമുക്ക് ഇതിനപ്പുറം നമ്മൾ ചെയ്യുന്ന ഒരു വർക്കില് നമ്മൾ എപ്പോഴെങ്കിലും അതിനെ കുറിച്ച് ചിലപ്പോൾ ആലോചിച്ചിട്ടുണ്ടെന്ന് പോലും എനിക്കറിയില്ല. നിങ്ങളെല്ലാവരും ആലോചന നമുക്ക് മനസ്സിൽ ലഭിക്കുന്ന ഒരു സന്തോഷമാണ് നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയിൽ. അപ്പൊ അത് ഭയങ്കരമായിട്ട് ലഭിച്ചിട്ടുള്ള ഒരു പടമാണ്. ചിലപ്പോൾ ഒരു 5 കോടിയുടെയോ 10 കോടിയോ അല്ലെങ്കിൽ ഒരു 50 കോടിയോ മുടക്കിയിട്ട് ചെയ്യുന്ന ഒരു സിനിമയ്ക്ക് ലഭിക്കാത്ത ഒരു മാനസിക സുഖം ലഭിച്ചിട്ടുണ്ട്, സന്തോഷം ലഭിച്ചിട്ടുണ്ട്. അത് പല ആൾക്കാരുടെ ലൈഫ് നമ്മൾ നേരിട്ട് കാണുന്നു, അവരനുഭവിക്കുന്ന സന്തോഷം നേരിട്ട് അറിയാനായിട്ട് പറ്റുന്നു. സഡൻ ആയിട്ടാണ് ഈ പരിപാടികൾ. ഇവരൊന്നും ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല ഇതൊരു സിനിമ ഇതൊരു തിയേറ്ററിലേക്ക് വരും എന്ന് ചിന്തിക്കാത്ത സമയത്താണ് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അത് ഭയങ്കരമായിട്ട് നമ്മുടെ ലൈഫിൽ ഭയങ്കര സന്തോഷം തരുന്ന ഒരു കാര്യം. രാജസാറിന്റെ വലിയ ഫാനാണല്ലോ. கண்டிப்பா கண்டிப்பா சார். ഒരു സോങ് രാജസാർ. கண்டிப்பா பண்ணலாம். கண்ணோடு கண்களேற்றும் கற்பூர தீபமே, கை நீட்டும் போது பாயும் மின்சாரமே, உல்லாச மேடை மேலே ஓரங்க நாடகம், இன்பங்கள் பாடம் சொல்லும் என் தாயகம், எங்கங்கு ஊஞ்சலாகி நான் போகிறேன், அங்கங்கு ஆசைக்கு நான் போகிறேன், உன் காதல் ஒன்றாக மோகனம், என் காதல் வாகனம், செந்தாமரை செந்தேன் மழை என் ஆவி நீயே தேவி, ராஜராஜ சோழன் நான், என்னை ஆளும் காதல் தேசம் நீதான், ராஜராஜ சோழன் நான். தேங்க்யூ சார்.
വേറെ ലെവലാണ്. അപ്പൊ എന്തായാലും സിനിമ തിയേറ്ററിലെത്താണ് പറഞ്ഞ പോലെ കുറെ പുതുമുഖങ്ങളുടെ സ്വപ്നമാണ് അല്ലെ? കുറെ പുതുമുഖങ്ങളുണ്ട്. എല്ലാവരുടെയും എന്താ പറയാ, നമ്മള് ഒരു പുതിയ പരീക്ഷണമല്ല ശരിക്കും. മലയാളത്തിൽ ഇങ്ങനെ ഒരു ഐഫോണിൽ ഒരു 15 Pro Max ഉപയോഗിച്ചിട്ട് ഷൂട്ട് ചെയ്ത് തിയേറ്ററിൽ റിലീസ് ആവുന്ന ഒരു ആദ്യത്തെ സിനിമ. അപ്പൊ തിയേറ്ററിൽ കാണികൾ എങ്ങനെയാണ് അത് കാണുക എന്നുള്ളൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ചെയ്യാവുന്നതിന്റെ മാക്സിമം ഔട്ട്പുട്ട് ഈ സിനിമയിൽ ചെയ്തിട്ടുണ്ട്. 7.1 സറൗണ്ട് മിക്സോട് കൂടിയിട്ടാണ് സിനിമയുടെ മിക്സ് പരിപാടികൾ കഴിഞ്ഞിട്ടുള്ളത്. നല്ല പാട്ടുകളുണ്ട്, നല്ല ആക്ഷൻ രംഗങ്ങളുണ്ട്. അപ്പൊ ഇനിയെല്ലാം ഈ സിനിമ എവിടെ എത്തണം, എങ്ങനെ സഞ്ചരിക്കണം, ഇത് എവിടെ വരെ പോകണം എന്നൊക്കെ തീരുമാനിക്കുന്നത് പ്രേക്ഷകരാണ്. നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്ത് തിയേറ്ററിലേക്കുള്ളത് ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 3-ാം തീയതി തിയേറ്ററിൽ കാണാം. മലയാളത്തിൽ നമുക്ക് കാണാം അല്ലേ? திருமுறை சாரவங்ககிட்ட கேக்குறாங்க மலையாளத்துல മലയാളത്തിലെ പാട്ടുകൾ கண்டிப்பா அதுக்கு சான்ஸ் கிடைச்சா எனக்கு ரொம்ப சந்தோஷம். മലയാളം സോങ്സ് അറിയോ? മലയാളം സോങ്സ് இல்ல சார், இப்பதான் நான் കത്തിക്കിട്ട് இருக்கேன். ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. സിനിമയ്ക്ക് ഇതിന്റെ ഒരു സക്സസിൽ നമുക്ക് കാണാം അല്ലേ? അങ്ങനെ കാണാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു.